ആപ്കി അദാലത്തിൽ ഫാഷൻ ഡിസൈനർ റീതു ബേരിക്കെതിരായ കുറ്റാരോപണം. ഇവർ മനഃപൂർവ്വം ചർച്ചകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. റീതു ബേരി, ഈ കാര്യം സത്യമാണോ? താങ്കൾ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളെക്കുറിച്ച് എല്ലാവരും അറിയാൻ കാരണം താങ്കൾ ഉണ്ടാക്കിയെടുത്ത ചർച്ചകളാണെന്ന് പറയുന്നു. അതിൽ സത്യമുണ്ടോ? കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നത് ജനങ്ങളല്ലേ. എന്നെപ്പറ്റി എന്തിനാ അങ്ങനെയൊക്കെ വാർത്ത ഉണ്ടാക്കുന്നതെന്ന് ജനങ്ങളോട് ചോദിക്കണം. ആൻഡ് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ പറയത്തക്ക വിധം അത്രയും ഒരു കോൺട്രവേഴ്ഷ്യൽ പേഴ്സൺ ആണെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ചെറിയ പ്ലാറ്റ്ഫോം അതെല്ലാം വിശ്വസിക്കുന്നു, വീണ്ടും വീണ്ടും അത് തന്നെ സംസാരിക്കുന്നു. പക്ഷേ ന്യൂസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഫാഷൻ ഡിസൈനേഴ്സിൽ നിങ്ങളെപ്പറ്റിയാണ് കൂടുതലും വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ ഏത് ഫാഷൻ ഡിസൈനാണ് പോകുന്നത്, ഏതിനാണ് പോകാതിരിക്കുന്നത്, എപ്പോഴാണ് പാരീസിലേക്ക് പോകുന്നത്, എപ്പോൾ പോകാതിരിക്കുന്നു? എനിക്കിഷ്ടപ്പെട്ട കാര്യം ഞാൻ ചെയ്യുന്നു, ജനങ്ങൾ അതിനെപ്പറ്റി ജഡ്ജ്മെന്റ് ചെയ്യുന്നു, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ചെയ്യുന്നത് നല്ലതാണോ അല്ല ചീത്തയാണോ എന്ന് കാത്തിരിക്കുന്നു. ജനങ്ങൾ എല്ലാരും ചേർന്ന് കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു. ഇതൊന്നും അത്ര ഈസി അല്ലെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എന്നെ ചുറ്റി ഒരു ചെറിയ കുക്കോൺ മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞു വന്ന എന്റെ ജോലി ശ്രദ്ധിക്കാൻ വേണ്ടി. പക്ഷെ ഇതെല്ലാം കാണുന്നവരുടെ കണ്ണിലാണുള്ളത്. പക്ഷെ താങ്കളുടെ ഫാദറിന്റെ ഹോളിഡേക്ക് പോയാലും അതിനെക്കുറിച്ച് പോലും ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതാറുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു റീസണും ഇല്ലാതെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നെന്നുള്ളത്. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ ഇരുന്നാലും ഒരു പ്രായമുള്ള ഒരാളുടെ കൂടെ ഹോളിഡേയ്സിന് പോയെന്ന് ജനങ്ങൾ സംസാരിക്കും. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവല്ലോ കോൺട്രവേഴ്സി എങ്ങനെ ഉണ്ടാവുന്നെന്ന്. ഇതുവരെ ഞാൻ ഒരു ഫാഷൻ ഡിസൈനറും റീതു അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടേയില്ല. എങ്ങനെയാണ് ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നുള്ള സംശയമാണ് അവർക്കെല്ലാം. വെൽ, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്റെ പ്രിട്ടൻറ്റിൽ ജീവിക്കുന്നത് എന്റെ ഡിസൈനേഴ്സിനോട് അപ്രിസിയേഷൻ ചോദിക്കാറേയില്ല. അവര് വളരെ നന്നായിട്ട് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട രീതി ചെയ്യുന്നു. ആൻഡ് അവര് ചോദിച്ചാൽ അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അവരെന്നെ തേടി വരണം, അത്ര ഈസി ആയിരുന്ന. ബട്ട് എനിക്ക് സത്യത്തെ അറിയില്ല. പക്ഷെ താങ്കൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഡിസൈനേഴ്സിനെ തന്നെ കോപ്പി ക്യാറ്റ് എന്ന് വിളിച്ചെങ്ങനെ? ഇല്ല, ഞാൻ ഇതുവരെ ആരെയും കോപ്പി ക്യാറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ഡിസൈനർ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസൈനേഴ്സ് കോർട്ടിലേക്ക് പോകുന്നത് എനിക്ക് സ്ട്രേഞ്ച് ആയിട്ടാണ് മനസ്സിലായത്. ഇത് ലോകം മുഴുവൻ നടക്കുന്ന കാര്യമാണ്. ലൂയി വിറ്റോന്റെ ബാഗ് ചൈനയിലും ഹോങ്കോങ്ങിലും എല്ലായിടത്തും കിട്ടും. കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിലും അത് വെച്ച് അതിന് പരാതിയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സ് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതെനിക്കൊരു വലിയ കോംപ്ലിമെന്റ് അല്ലേ? അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? ഇത് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ട് അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇടാം, അത് നല്ലൊരു റെക്കഗ്നൈസേഷൻ ആണ്, അതൊരു കോംപ്ലിമെന്റ്. താങ്കളുടെ ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചിരുന്നു. അതിൽ താങ്കൾ പറയുന്നത് ഇന്ത്യൻ ഡിസൈനേഴ്സിന്റെ എല്ലാ ലഹങ്കയും ഒരു ലൈനിലിട്ടിട്ട് അതിന്റെ ലേബിൾസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആരാണ് ഏത് ഡിസൈൻ ചെയ്തതെന്ന് പറയാൻ സാധിക്കില്ലെന്ന്. താങ്കൾ ഇത് സമ്മതിക്കില്ലേ? ഞാൻ ഇതുവരെ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഫാഷനിലെ ചുരിദാറ് ലെഹങ്ക മാത്രം ഉണ്ടായ പറ്റില്ല. എന്താന്ന് വെച്ചാൽ ലേബിളില്ലാത്ത ഡിസൈനൊക്കെ റാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൺഫ്യൂസ് ആവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാവരും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. ഈ ഡിസൈൻ ആര് ചെയ്താന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അത് ഇന്ത്യൻ ഡിസൈനേഴ്സ് മാത്രമല്ല, വെളി രാജ്യങ്ങളിലും ഒരു റാക്കില് ബ്ലാക്ക് ട്രൗസേഴ്സ് ഉണ്ടെങ്കിൽ അതില് കോൾ ലഗഫെൽ, ഇച്ചനെയിം, മോർഗൻ, സാറ അല്ലെങ്കിൽ ഗൂജി പാൻസ് ആയിരുന്നാലും ഏതാരുടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ കഷ്ടമാണ്. അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതെല്ലാം യുണീക്കായിട്ട് ചെയ്യണം. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്റ്റൈലിൽ ഡിഫറന്റ് ആയിരിക്കണം. അതാ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ, മറ്റുള്ള ഫാഷൻ ഡിസൈനേഴ്സിന് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുകയാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. എല്ലാവരും ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ആളാണ്. ഒരാളെ പറ്റി ഞാൻ മോശമായിട്ട് പറഞ്ഞെന്ന് താങ്കൾ ഒരിക്കലും കേട്ടിരിക്കാൻ വഴിയില്ല. ആൾക്കാർ ആഗ്രഹിക്കുന്നത് ചെയ്യണം, അതാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. റീതു ബേരി ഒരു വലിയ പേരാണ്, ധാരാളം ഫാഷൻ ഷോസ് നടത്താറുണ്ട്, പക്ഷേ അത്രയ്ക്ക് പണമൊന്നും സമ്പാദിക്കുന്നില്ലെന്ന്. അത് സത്യമാണ്. ഞാൻ ശരിക്കും കാശ് സമ്പാദിക്കുന്നില്ല. അതുകൊണ്ടാണോ അങ്ങനെ ഒരു പുസ്തകം എഴുതി സമ്പാദിക്കാമെന്ന് തീരുമാനിച്ചത്? ആ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഫാഷൻ ഡിസൈനേഴ്സിന്റെ ജോലി പ്രധാനമായും വെഡ്ഡിംഗ് വരെ ഉള്ളൂ എന്ന് താങ്കൾക്ക് തോന്നാറില്ലേ? നമ്മുടെ ജനങ്ങളൊക്കെ കല്യാണത്തിന്റെ അന്നാണ് ഡിസൈനേഴ്സിനെ അന്വേഷിച്ചു പോകുന്നത്. ഇല്ലേ, അതായത് വെഡ്ഡിംഗ് എന്ന് പറയുന്നത് ഒരു സന്തോഷമായിട്ടുള്ള മൊമെന്റ് ആണ്. അതായത് ബ്രൈഡ് സുന്ദരിയായിരിക്കണം, മനോഹരമായ ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ദീപാവലി പോലുള്ള ഫെസ്റ്റിവൽസിന് പോലും ജനങ്ങൾ ഫാഷൻ ഡിസൈൻസിനെ തേടി ചെല്ലുന്നു. ആൻഡ് ടച്ച് വുഡ്, ജനങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്കും എന്നെ തേടി വരുന്നു വേറെ സമയങ്ങളിൽ. പക്ഷേ കൂടുതലും ഡിസൈനേഴ്സിന്റെ ജോലി നോക്കുകയാണെങ്കിൽ അത് മോസ്റ്റ്ലി വെഡ്ഡിംഗ് വരെയുള്ള ഒരു ലിമിറ്റിൽ അവസാനിക്കും. താങ്കൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കുറ്റാരോപണം നടത്താം.
അതായത് ഞാൻ പറഞ്ഞു വന്ന മറ്റുള്ള ഡിസൈനേഴ്സിനെ നോക്കാറേയില്ല. അവരെന്താണ് ചെയ്യുന്നതെന്നും ചിന്തിക്കാറേയില്ല. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവും ഇല്ല. പക്ഷെ താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ ബഹുമാനമുള്ളൊരു കാര്യമാണ്. ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ റീതു ബേരിയെ ജനങ്ങൾ ഏത് രൂപത്തിലാണ് കാണുന്നത്? ഇതേ രൂപത്തിലായിരിക്കും. ഞാൻ പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ ലുക്കും എനിക്കിഷ്ടമാണ്. ഞാൻ കാശ് സമ്പാദിക്കുന്നില്ലെങ്കിലും എന്റെ ജോലി ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അതാണ് എന്റെ പാഷനും.